സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികളുമായി ആരോഗ്യവകുപ്പ് മരുന്ന് കമ്പനികൾക്ക് വിതരണം ചെയ്യാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 116.4 കോടി രൂപ അനുവദിച്ചു. ഇടപെടൽ സർക്കാർ ആശുപത്രികളിലെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചുള്ള ജനം ടിവി വാർത്തയ്ക്ക് പിന്നാലെയാണ്. ജനം ഇംപാക്ട് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നിരന്തരമായുള്ള ഇടപെടൽ ജനം ടിവിയുടെ, കാരണം നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ കൃത്യമായി മരുന്നുകളില്ല. സാധാരണക്കാരല്ലേ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നത്, അവർക്ക് കൃത്യമായ മരുന്നുകൾ അവിടെ ലഭിക്കുന്നില്ല എന്ന വാർത്ത നിരന്തരമായി നൽകിയത് രശ്മിയാണ്. അതിലിപ്പോൾ ഒരു ഫലം കണ്ടിരിക്കുകയാണ്. കാരണം മരുന്നുകൾ എവിടെയൊക്കെ ക്ഷാമം ഉണ്ടോ മരുന്നുകൾക്ക് അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതേ ദേവിക, കൃത്യമായ തുടർ നടപടികൾ തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. കാരണം ഈ മരുന്നുക്ഷാമം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്നത് കാലങ്ങളായി ജനം ടിവി റിപ്പോർട്ട് ചെയ്തൊരു വിഷയമാണ്. ഈ പകർച്ചവ്യാധികളൊക്കെ നിലവിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ മരുന്നില്ലാതെ രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം അവരത് കൃത്യമായി ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. അടിയന്തരമായി നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം അവർക്ക് ഒടുവിൽ മരുന്നില്ല, അതും വിലയേറിയ മരുന്നുകൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുൾപ്പെടെ വാങ്ങുന്നൊരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ജനം ടിവി വാർത്തയെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി ഇടപെടൽ നടത്തിയിരുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അടിയന്തരമായി ചർച്ച നടത്തുകയും സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ആവശ്യമുള്ള മരുന്നുകൾ റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. അതോടൊപ്പം എല്ലാ ആശുപത്രികൾക്കും ഈ 100% മരുന്ന് നൽകി അതിൽ ഒരു 60% ഉപയോഗിച്ച് തീരുമ്പോൾ തന്നെ കൃത്യമായി അതിനുള്ള നിർദ്ദേശം നൽകുകയാണെങ്കിൽ മരുന്ന് ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും അതിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക നൽകാനുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. അതിന്റെ ഭാഗമായി ആ കുടിശ്ശിക തുക നൽകുന്നതിനായി 116.4 കോടി രൂപയാണ് ആരോഗ്യവകുപ്പ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് അനുവദിച്ചിരിക്കുന്നത്. ജനം ടിവി വാർത്തയെ തുടർന്നാണ് തുടർ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ സന്തോഷമുണ്ട്. ജനം ടിവി വാർത്ത കൃത്യമായി ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജ് എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ജനം ടിവിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടി സ്വീകരിച്ചത് എന്നുള്ളതും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കാലങ്ങളായി രോഗികൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ, ആ ദുരവസ്ഥയ്ക്കാണ് ജനം ടിവി വാർത്തയെ തുടർന്ന് അതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതിൽ കൃത്യമായി തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ദേവിക. എന്തായാലും അഭിനന്ദനങ്ങൾ ലക്ഷ്മി. കാരണം രശ്മി തന്നെയാണ് ഈ ഒരു വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്തത്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികളുമായി ആരോഗ്യവകുപ്പ് മരുന്ന് കമ്പനികൾക്ക് വിതരണം ചെയ്യാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 116.4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇടപെടൽ സർക്കാർ ആശുപത്രികളിലെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചുള്ള ജനം ടിവി വാർത്തയ്ക്ക് പിന്നാലെ. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്.